ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാള, വെളുത്തുള്ളി ഒരു കുടം, ഒരു 3-4 പച്ചമുളക്, ഇഞ്ചി, അതൊരു 1 ഇഞ്ച് നീളത്തിന് ഇഞ്ചി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അരമുറി തേങ്ങ വേണം. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് നമ്മുടെ തേങ്ങാ കൊത്തുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കണം. അതൊന്നും ഒരുപാടങ്ങ് മൂപ്പിക്കണ്ട, കാരണം വെച്ചാൽ നമ്മൾ ഇനിയിപ്പം ബീഫും എല്ലാം കൂടി ഇടുമ്പോഴത്തേക്കും മൂത്ത് വന്നോളും. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം. ഇതിനെ നമുക്കൊന്ന് ഞരടിയിട്ടിട്ട് കൊടുക്കുക സവാള. അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് യോജിച്ച് കിട്ടും. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പെടുക്കണം. ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒന്ന് മൂത്ത് വരട്ടെ. നമ്മൾ സവാള ഒന്ന് ചെറിയ രീതിയിലൊന്ന് മൂത്ത് വരണമല്ലോ. കുറച്ചുകൂടെ ഒന്ന് മൂക്കണം. മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ, അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 3/4 സ്പൂണോളം കുരുമുളക് പൊടിയും, പിന്നെ ഒരു 1/2 സ്പൂണോളം ഗരം മസാല, വീട്ടിൽ പൊടിച്ച ഗരം മസാലയും കൂടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടിയുടെ ഒരു പച്ച മണം ഉണ്ടല്ലോ അതൊന്ന് പോകണം. അതുവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കാണുമ്പോഴത്തേക്കും മസാല കുറവ് പോലെ തോന്നും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഇടാം. ഇതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ബീഫിനകത്ത് ഞാൻ പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത്രയും മാത്രമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ വെള്ളം നല്ലോണം നമ്മളൊന്ന് വറ്റിച്ചെടുക്കുക. വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഇപ്പോൾ കാണുന്നില്ലേ ആ ഒരു ഫോമിലോട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം ഇതിനെ ഡ്രൈ ആക്കി എടുക്കണം. എന്താ പറയുക, നല്ലൊരു ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിലൊക്കെ നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറവായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ഇപ്പോൾ ദേ കുറച്ചുകൂടെ നല്ലോണം ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനിയും വേണമെങ്കിൽ പിന്നെ പൊടി ഐറ്റംസ് ഇതിൽ ഇനി നമ്മൾ കുരുമുളക് പൊടി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഇപ്പോൾ എരിവോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവ് പോലെ തോന്നണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത്രയും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലേറ്റിൽ വിളമ്പുക. ഇനി നമുക്ക് പൊറോട്ടയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം.